നമ്മളൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് എക്സ്പേർട്ടിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയണ്ടായിരുന്നു, നമ്മളുടെ ലിവറിന് ഭയങ്കരമായിട്ട് നല്ലൊരു കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കോഫി എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മളുടെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലേ ടൂ മച്ച് ചായയും കാപ്പിയും നമ്മളുടെ കിഡ്നിയെ മോശമായിട്ട് ബാധിക്കുമോ? നമ്മുടെ കേരളത്തിൻ്റെ ആൾക്കാരുടെ ട്രെൻഡാണ് കൂടുതൽ ചായ കുടിക്കുക. ഓരോ 5-5 മിനിറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ ചായ കുടിക്കുന്ന കുടിക്കുക, അതെ. ആൾക്കാരുണ്ട്. അപ്പം കോഫി ഇൻ മോഡറേഷൻ ആൻഡ് ടീ, എസ്പെഷ്യലി ഗ്രീൻ ടീ, നോ ഡൗട്ട് ഗുഡ് ആൻഡ് ബെറ്റർ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മളെ കിഡ്നീൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നോർമൽ കിഡ്നി ഫംഗ്ഷനിൽ ഇതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഹൈ എമൗണ്ട് ഓഫ്, നമ്മൾ പറയാമല്ലോ, അമൃത അധികമായാലും വിഷം എന്ന് പറയുന്ന മാതിരി, നമ്മൾ ടു മച്ച് എമൗണ്ട് ഓഫ് കോഫി ആൻഡ് ടീ മോർ ദാൻ മേ ബി 3-4 ഒക്കെ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കിഡ്നി ഹെൽത്തിനും ബ്ലാഡർ ഹെൽത്തിനും അത് എഫക്റ്റ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും റിലേറ്റീവ്ലി ഓക്സലേറ്റ് പറഞ്ഞ കണ്ടന്റ് കൂടില്ല. നമ്മൾ കാൽഷ്യത്തിനെ കൊണ്ട് ബൈൻഡ് ചെയ്ത് കല്ല് ഫോം ചെയ്യുന്നൊരു കാര്യമാണ് ഓക്സലേറ്റ്. അപ്പോൾ കല്ല് വരാനുള്ള ചാൻസ് കൂടുന്നു ഇന്നത്തെ കേസിൽ. പിന്നെ ബേസിക്കലി കോഫി ഒരു ഡയററ്റിക് ആണ്, നല്ലോണം മൂത്രം പോകും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ കൂടെ മൂത്രമൊഴിക്കുന്ന സംഭവം വല്ലാണ്ട് അത് കൂട്ടാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് കോഫി ഒന്ന് മോഡറേറ്റ് ചെയ്യേണ്ടി വരും. വേറെ കിഡ്നിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് കഫീൻ സ്റ്റിമുലൻ്റ് ആണ്, നമ്മൾ BP കൂട്ടുന്നു. അങ്ങനെ നിരന്തരം BP കൂടിയ കിഡ്നി ഹെൽത്തിനും അത്ര നല്ലതല്ല. ഇനി ഓൾറെഡി നമ്മളൊരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കോഫിയും ചായയും വളരെ കെയർഫുള്ളായിട്ട് ഒരു 3ൻ്റെ ഉള്ളിൽ ഒതുക്കുന്നതാണ് നല്ലത്. അത് മെയിനായിട്ട് വരുന്നത് ഇതിലുള്ള ഈ ഓക്സിഡേറ്റ് കണ്ടന്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കപ്പാസിറ്റി കുറയും കിഡ്നിക്ക്. രണ്ടാമത്തെ വിഷയം, നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ക്രീമർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഫോസ്ഫേറ്റിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. പാല് പിന്നെ ഒബ്വിയസ്ലി റിച്ച് ഇൻ പൊട്ടാഷ്യം. അപ്പം അങ്ങനത്തെ കേസിൽ ഈ കിഡ്നി ഫിൽറ്ററിംഗ് ഒക്കെ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ട് ഈ ബോഡിയിൽ ഇങ്ങനത്തെ ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഇംബാലൻസ് വരാനും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലാക്ക് കോഫി ഓർ ബ്ലാക്ക് ടീ, പ്രിഫറബിളി ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നല്ലതാണെന്ന് പറയുന്നു. മിതമായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ ഈ ചായഭ്രാന്തന്മാർ ഭയങ്കര കൂടുതലാണ്. ഒരു ദിവസം തന്നെ ഒരു 10 ചായയും കാപ്പിയും കുടിക്കുന്ന ബിരുദന്മാരുണ്ട്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന റീലുകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വൈകുന്നേരം മഴയുള്ള സമയം ഒരു ചായ എന്നൊക്കെ ഒരുപാട്, ഒരു ദിവസം 10 ചായയൊക്കെ വരെ കുടിക്കുന്ന ആളുകളോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഒബ്വിയസ്ലി നമ്മൾ 3-4 വെച്ചിട്ട് നിർത്താം. കൂടുതൽ ഷുഗർ ഉപയോഗിക്കരുത് ഇതിൻ്റെ കൂടെ. അതുപോലെ പാലിൻ്റെ അളവും പറ്റുവാണെങ്കിൽ ഒന്ന് കുറക്കാം. ടോട്ടൽ നമ്മൾ കാലറി ഇൻടേക്ക് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഹെൽത്തി ആൾക്കാർക്ക് ആവാം. പക്ഷെ നമ്മൾ ഏജ് കൂടുന്നവരെ ഒന്നും കൂടി കെയർഫുൾ ആവണം. ഇപ്പോൾ ചെറുപ്പത്തിലേക്ക് ഒരു 4-5 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ പോട്ടെ ചില കുട്ടികൾ ഒരു 6-7 വയസ്സ് വരെയൊക്കെ ഈ ബെഡിൽ യൂറിനേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം കണ്ടുവരാറില്ലേ? അപ്പോൾ നമ്മൾ ഈ അമ്മമാരെ യൂഷ്വലി ആ കുട്ടികളെ ചീത്ത പറയുമെന്നുള്ള, അല്ലാതെ അതിൽ വലിയൊരു മാറ്റം ഉണ്ടായി കാണാറില്ല. അങ്ങനെ ആ പ്രായത്തിലൊക്കെ യൂറിനേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഈ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് ഐഡിയലി മാറ്റിയെടുക്കാൻ പറ്റുക? കുട്ടികൾ വളർന്നു വരുമ്പം കൺട്രോളിങ് മെല്ലെ നമ്മളെ തലച്ചോറും ബ്ലാഡറും നമ്മളെ കണക്ഷനും ആ കൺട്രോളിങ് ഒക്കെ ബോഡി സ്വതമേ പഠിച്ചു വരിക ചെയ്യുക. അപ്പോൾ യൂഷ്വൽ കേസിൽ ഒരു 3-4 വരെ മിക്കവാറും കൺട്രോളിങ് ആയി വരുന്ന സമയം ആവുകയില്ലു. നമ്മൾ ഈ മൂത്രമൊഴിക്കുന്ന പ്രശ്നം രാത്രി ഉണ്ടെങ്കിൽ നമ്മൾ 5-6 വരെ ഒന്നും ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യില്ല അത് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പകരം വേറെ കുറച്ച് ടിപ്സ് കൊടുത്തിട്ട് അത് കൺട്രോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് കുറക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 7-8 കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചില മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് യൂറോളജിക്കൽ ഇവാലുവേഷനിൽ പോവുള്ളൂ. ഇനി നമ്മൾ ചില അഡോൾസൻസിൽ ഇപ്പം 10ാം ക്ലാസ് വരെ എത്താനായിട്ട് പിന്നെയും മൂത്രമൊഴിക്കുന്ന ആളാണെങ്കിൽ വൺസിൻ്റെ വൈലൈറ്റിസ് ഓക്കെ, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രമൊഴിക്കുന്ന ആളാണ് നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ഇവാലുവേഷനിലേക്ക് പോകും. കാരണം നമ്മളിത് മൂത്രം കൺട്രോളിങ് എത്രത്തോളം വൈകുന്നു അത്രത്തോളം സ്വന്തമേ മാറാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം കേസിൽ ഇതൊരു ബിനൈൻ കണ്ടീഷൻ, അതായത് വേറെ കാര്യമായിട്ടുള്ള അണ്ടർലൈങ് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പേടിക്കുന്ന മാതിരി എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സിമ്പിൾ ആ ഒരു കണക്ഷൻ ട്രെയിൻ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കുട്ടികളെ ഒരിക്കലും വഴക്ക് വരരുത്. അവരുടെ കോൺഫിഡൻസ് കുറയും, അവർക്ക് തന്നെ അതൊരു നാണക്കേടായി മാറും. കുറേ അവർക്കൊരു അതിനെ കൊണ്ടൊരു ഒരു ഷെയിമും വേറെ ഇഷ്യൂസൊക്കെ, സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ പരമാവധി അവരുടെ സപ്പോർട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് യൂഷ്വലി പറയുന്നത് വെച്ചാൽ 7 മണിക്ക് ശേഷം നമ്മൾ പരമാവധി വെള്ളം കൊടുക്കാതിരിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി യൂറിൻ ഔട്ട്പുട്ട് കുറയും. ഇത് വരാനുള്ള മെയിൻ കാരണം 1-2 മെയിൻ ഫാക്ടേഴ്സാണ്. ഒന്ന്, ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി റിലേറ്റീവ്ലി കുറച്ച് ഇവർക്ക് കുറവായിരിക്കും. മസിൽസൊക്കെ കുറച്ചും കൂടി ടൈറ്റായിട്ട് നിൽക്കും. അപ്പം രാത്രി കുറച്ചൊരു മൂത്രമായി കഴിഞ്ഞാൽ തന്നെ ബ്ലാഡറിന് ഫുള്ളായിരുന്നൊരു സിഗ്നൽ വരും ഇവർക്ക്. പിന്നെ ഇവർക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ മതി, ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരിക്കും കുട്ടികൾക്ക്. ഇവർ വിളിച്ചാൽ ഉണരൂല എന്ന് പറയും. നമുക്ക് മൂത്രയ്ക്കാൻ വേണ്ടി രാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാൽ. അപ്പം ഡീപ്പ് സ്ലീപ്പും കൂടി ഒരു കാരണമാണ്. അത് കുട്ടികൾ വേണ്ടെന്ന് വെച്ച് ചെയ്യുന്നില്ല. പിന്നെ വളരെ റയറായിട്ട് കുറച്ച് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവാന്ന് പറയലുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉറങ്ങുന്ന മുമ്പ് മൂത്രമൊഴിക്കാൻ പറയും. പിന്നെ ഒരു അറൗണ്ട് ഒരു യൂഷ്വലി ഇവർ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം
ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂത്രിക്കും. അപ്പം മേ ബി ഒരു 1-2 hours തന്നെ ഒന്ന് അലാം വെച്ചിട്ടോ സ്വന്തമായിട്ട് വിളിച്ച് എണീപ്പിച്ചിട്ട് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലൊക്കെ മാറാത്ത ആൾക്കാർക്ക് നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഗുളിക സ്റ്റാർട്ട് ചെയ്യും. ബ്ലാഡർ കപ്പാസിറ്റി കൂട്ടാനും മൂത്രത്തിൻ്റെ ആ പുറത്തേക്ക് പോകാനുള്ള മസിൽസ് പിടിച്ചേക്കാനുള്ള ടോൺ കൂട്ടാനുള്ള മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചില കേസസിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് സ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. യൂഷ്വലി മെഡിക്കേഷൻസ് കുറച്ച് ലോങ് ടേം തന്നെ കഴിക്കേണ്ടി വരും. മേ ബി അപ് ടു 6 months അപ് ടു 1 year ഒക്കെ കഴിക്കേണ്ടി വരും. പിന്നെ മെല്ലെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നമ്മളൊരു ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുക ചെയ്യുക കുട്ടികളുടെ ബിഹേവിയർ. ഓക്കെ. ഈ കിഡ്നി സ്റ്റോൺ വന്ന ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, അത് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന്. ഈ കിഡ്നി സ്റ്റോണൊക്കെ സർജറി കൂടാതെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സും മാർഗങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയാ? നമുക്ക് എല്ലാ കിഡ്നി സ്റ്റോൺസും പ്രോബ്ലമാറ്റിക് അല്ല. നമ്മളിപ്പം സ്കാൻ എടുക്കുന്നു, അതിൽ കിഡ്നീൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ കിഡ്നിയിൽ അറകളുണ്ട്, കാലിക്സ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കല്ലുകൾ നിൽക്കുകയാണ്. 5-6 mm വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും സർജറിയോ കാര്യങ്ങളോ സജസ്റ്റ് ചെയ്യില്ല. അതൊക്കെ നമ്മൾ സൈലൻറ്റ് സ്റ്റോൺസ് എന്ന് പറയും. അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കല്ലുകളാണ്. പക്ഷെ അത് ഡേഞ്ചർ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾക്ക് ഈ വെള്ളം കൂടി കുറഞ്ഞിട്ടും നമ്മളെ ബാഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, ഡയറ്റൊക്കെ മോശമായി പോവുകയാണെങ്കിൽ ആ കല്ലുകൾ വലുതായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ സർട്ടൺ പോയിന്റ് നമുക്കത് ഇറങ്ങി വന്നാൽ ട്യൂബിൽ ബ്ലോക്കായി സർജറി തന്നെ വേണ്ടി വരലുണ്ട്. അപ്പം അൺലെസ് ഒരു പരിധിക്ക് സൈസിൻ്റെ മുകളിലില്ലെങ്കിൽ നമ്മളാരും സർജറി സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ മെഡിക്കേഷൻസിനെ ട്രൈ ചെയ്യാം. നാച്ചുറൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കാൻ പറയും. അറൗണ്ട് 3 and above liters per day വെള്ളം കുടിക്കാൻ പറയും. അത് വെള്ളം കൺസിസ്റ്റൻ്റ് ആയിട്ട് കുടിക്കണം. രാവിലെ കുറേ കുടിച്ചു, പിന്നെ പുറത്തൊക്കെ ഇറങ്ങി വേർത്ത് വന്ന് വൈകുന്നേരം വീണ്ടും കുറേ കുടിക്കുക, അങ്ങനെ ചെയ്താലും കാര്യമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് വെള്ളം കുടിക്കുക, പിന്നെ മൂത്രധികം പിടിച്ച് വെക്കാതിരിക്കുക. ഭക്ഷണത്തിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ഈ കല്ലിൻ്റെ ഇൻസിഡൻസും വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് റെഡ് മീറ്റ് കുറക്കാം. പ്രത്യേകിച്ച് ഓർഗൻ മീറ്റ്സ് ഇല്ലേ, നമ്മളെ ലിവർ അങ്ങനത്തെ സാധനത്തിലൊക്കെ ഈ യൂറിക് ആസിഡിൻ്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അതേമാതിരി ഷെൽഫ് ഐറ്റംസ് ഇല്ലേ, നമ്മളെ കടുക്ക, ചെമ്മീൻ, ഞണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കുറക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മളെ കലോറി ഇൻടേക്ക് കുറക്കണം. നമ്മളെ ഹൈ കലോറി ഡയറ്റ്, അരി ഭക്ഷണം അധികം കഴിച്ചാലും അത് നമ്മളെ ബോഡിയിലുള്ള മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് കല്ല് വരാനുള്ള ചാൻസ് കൂട്ടുന്നു. അതേമാതിരി ഈ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ചില വെജിറ്റബിൾസ്, ഓക്സിലേറ്റ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ്, നമ്മുടെ ചീര, മുരിങ്ങേൻ്റെ ഇല, അമിതമായിട്ട് തക്കാളി, ഇതൊക്കെ മിതമായ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വലിയൊരു എമൗണ്ട് ആയിട്ട് അതേ സാധനം ഡെയിലി ഇപ്പോൾ തക്കാളി ഫ്രൈ ഡെയിലി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അത് കല്ല് വരാനുള്ള നമുക്കൊരു സാധ്യത ഉണ്ടാവുള്ളൂ. പിന്നെ അതേ സമയത്ത് നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ട്. അത് സിട്രസ് ഫ്രൂട്ട്സ്, അതായത് കാൽഷ്യം ഓക്സിലേറ്റിന് മറികെടുക്കാൻ പറ്റുന്ന, നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന നമ്മളെ ചില ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, മൂസമ്പി, പൈനാപ്പിൾ, ലെമൺ ജ്യൂസ്, ഇതൊക്കെ ജ്യൂസായിട്ട് കഴിക്കാം, ഫ്രൂട്ടായിട്ട് കഴിക്കാം. ബെറ്റർ ഹോൾ ഫ്രൂട്ടാണ്. ജ്യൂസ് ആകുമ്പോൾ വെറുതെ അതിൽ ഫൈബർ പോവും, അതേമാതിരി ആഡഡ് ഷുഗേഴ്സ് ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാം. അതേമാതിരി വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, എല്ലാവർക്കും ഇപ്പം ഫൈബറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഡയറ്ററി ഫൈബറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ പൊതുവെയുള്ള കിഡ്നി സ്റ്റോൺ ഫോർമേഷനും കുറക്കും. ഓക്കെ. ഈ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ തക്കാളി കൂടുതൽ കഴിച്ചാൽ മൂത്രത്തിൽ കല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തക്കാളി പറിച്ച് ഹെൽത്തി ഫുഡാണ്. അതിൽ ലൈക്കോപ്പീൻ എന്നൊക്കെ പറഞ്ഞ കണ്ടന്റ്, ആൻറ്റി ക്യാൻസർ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇപ്പം മിക്സഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയിൽ കുറച്ച് തക്കാളി കഷ്ണങ്ങൾ വരുന്നുണ്ട്, നമ്മളത് ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ വെറും തക്കാളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കറികളോ അതിൻ്റെ പ്രൊഡക്ട്സോ, സപ്പോസ് തക്കാളി ഫ്രൈ ആയിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നു, അതേമാതിരി ഈ തക്കാളി അരച്ചുണ്ടാക്കിയിട്ട് സോസസ് ആയിട്ട് നമ്മൾ പാസ്ത അല്ലെങ്കിൽ സോസസ് ആയിട്ട് കൂടുതൽ കഴിക്കുക, അതിൽ കുറേ സോൾട്ടും വേറെ കുറേ സാധനങ്ങളും വരുമല്ലോ പ്രോസസ്സിങ് ആകുമ്പോൾ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് തക്കാളിൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വലിയ റിസ്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ അതർവൈസ് എ വെരി ഗുഡ് ഫുഡ്. ഓക്കെ. ഈ പെർഫോമൻസ് പ്രഷർ കൊണ്ടല്ലാതെ അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂ അല്ലാതെ ഇറക്ഷൻ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണോ? അതെ, അത് വളരെ നല്ല പോയിൻ്റാണ്. ഒരു മിഡ് ഏജ് മുതൽ അങ്ങോട്ട് ഉള്ള ആൾക്കാർക്ക് ഇറക്ഷൻ പ്രോബ്ലം വളരെ കോമൺ ആണ്. മിക്ക ആൾക്കാർക്കും സ്ട്രെസ് കൊണ്ടായിരിക്കാം. എന്നാലും നമുക്ക് വേറെ കുറച്ച്, ഇപ്പം സപ്പോസ് ഡയബറ്റിക് ആണ്, ഓവർ വെയിറ്റ് ആണ്, വേറെ കുറച്ച് കിതപ്പിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അധികം എക്സസൈസ് ചെയ്ത ആളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പുതിയതായിട്ട് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരു പക്ഷേ നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അതായത് നമുക്കറിയാലോ, ഈ ഇറക്ഷൻ വരുന്നത് ബേസിക്കലി ബ്ലഡ് ഫ്ലോ കൂടിയിട്ടാണ് നമുക്ക് ഇറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളെ ആ വാസ്കുലർ സിസ്റ്റം, രക്തക്കുഴലൊക്കെ നല്ല സപ്പിളും നല്ല രീതിയിൽ വികസിക്കാൻ പറ്റുന്ന കണ്ടീഷനിലുണ്ടെങ്കിലേ നോർമൽ ഇറക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞ് ഭയങ്കര ടൈറ്റായിട്ടുള്ള രക്തക്കുഴലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതേ സംഭവം വേറെ ബോഡിയിൽ വേറെ രക്തക്കുഴലിൽ നടന്നേക്കാം. അപ്പം ഇറക്ഷൻ പ്രോബ്ലം ഡ്യൂ ടു ഈ നമ്മളെ വാസ്കുലർ പ്രോബ്ലംസ് ആണെങ്കിൽ മേ ബി ഒരു പ്രെഡിക്ടർ അയക്കാം.
അവർക്ക് ഇപ്പം ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ ഇതേമാതിരി ഹാർട്ടിനും ഇതേ പ്രശ്നങ്ങൾ വന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാം. ഓ അപ്പം ഓക്കെ. നമ്മളൊന്ന് കെയർഫുൾ ആവാൻ നല്ലതാണ്. നമ്മളെ ഹാബിറ്റ്സ് ഒക്കെ ഒന്നും കൂടി മോഡിഫൈ എടുത്തിട്ട് ഈ ഹാർട്ട് റിസ്ക് കുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരെ ഇപ്പോൾ ചിലപ്പോൾ വയാഗ്ര പോലുള്ള ഏതെങ്കിലും ടാബ്ലറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഈ വയാഗ്ര ടാബ്ലറ്റ്സ് ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹാർട്ടിന് ഇത് മോശമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് എത്ര മാത്രമാണ്? നമ്മളൊരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഇത് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നതന്നെ നമ്മൾ ഈ പൾമറി ഹൈപ്പർ ടെൻഷൻ പറഞ്ഞ അസുഖമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഈ നമ്മളെ ലങ്സിലേക്കുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങി പ്രഷർ കൂടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇത് ഇറക്ഷൻ കൂടി വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച് തുടങ്ങിയത്. ഓക്കെ. അപ്പം നമ്മൾ 2 രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്യും. നമ്മൾ ചെറിയ ലോ ഡോസിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ മെഡിസിൻ കൊടുക്കും, ഒരു റീഹാബ് തെറാപ്പി മാതിരി. ചില ആൾക്കാർക്ക് ഇറക്ഷൻ കൊടുക്കുന്ന വയഗ്ര മാതിരിയുള്ള മരുന്നുകൾ, പലതരം മരുന്നുകളുണ്ട്. ഷോർട്ട് ആക്ടിങ് ഉണ്ട്, കുറച്ച് ലോങ് ആക്ടിങ് പിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഡോസിൽ ട്രീറ്റ് ചെയ്യും. ഇനി വളരെ ചെറിയ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ SOS ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന രീതിയിലും ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത് നോർമൽ ഒരു വ്യക്തിക്ക് ഇത് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇൻഫാക്ട് ചെറിയ ഡോസിൽ നമ്മൾ ലോങ് ടേം കൊടുക്കുമ്പോൾ നമ്മുടെ പൊതുവെയുള്ള രക്തക്കുഴലിനൊക്കെ നല്ലതാണ്. അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടും, പൊതുവെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിയർ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്ക് അയാൾക്ക് അധികം ലോഡ് താങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ BP തീരെ കൺട്രോൾ ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലൊക്കെ തുറക്കുകയും പ്രഷർ കൂടും, ഫ്ലോ കൂടും. പിന്നെ നമ്മൾ ഈ ഇൻ്റർകോഴ്സ് സമയത്ത് ആ ഒരു എക്സേഷൻ കൊണ്ട് നമുക്ക് ഹാർട്ട് ഫെയിലിയർ ആൾക്കാർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് പ്രസിപ്പിറ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ആൾക്കാർ നിങ്ങളെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ മെഡിസിൻ എടുക്കാവൂ. വേറെ പോയിന്റ്, നമ്മുടെ ഹാർട്ട് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, നെഞ്ചുവേദന എന്ന നാവിൻ്റെ അടിയിൽ വെക്കുന്ന ഗുളികയുണ്ട്, നൈട്രേറ്റ് എന്ന് പറയും, ലൈഫ് സേവിങ് മെഡിസിൻ ആണ്. ചില ആൾക്കാർക്ക് അത് കാർഡിയോളജിസ്റ്റ് നമ്മൾ പറയുന്നവർ തന്നെ ലോ ഡോസിൽ തന്നെ അവർ കണ്ടിന്യൂസ് അവർ അതും കൊടുക്കും. അപ്പോൾ ഈ 2 മരുന്ന് കൊടുക്കുമ്പോൾ അത് വളരെ ഹൈ ഡോസിൽ നമ്മുടെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡ് കൂടുകയും നമ്മുടെ രക്തക്കുഴൽ വികസിക്കുകയും BP ലോ ആവുകയും ചെയ്യും. ചിലപ്പം ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനിലേക്ക് നീങ്ങാം. അപ്പം നിങ്ങളുടെ കാർഡിയോളജി പേഷ്യൻ്റ് ആണെങ്കിൽ അത് കാർഡിയോളജി ഡോക്ടറോട് കൂടി ചോദിച്ചിട്ട് അണ്ടർ സൂപ്പർവിഷൻ മാത്രം ഇങ്ങനത്തെ മരുന്നുകൾ കഴിച്ചോളൂ. ഓക്കെ സാർ. അപ്പം നാച്ചുറലി നമുക്ക് ഇറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡോ ഇൻടേക്സോ ഉണ്ടോ? നാച്ചുറലായിട്ട് ഇറക്ഷൻ കിട്ടാൻ നമുക്ക് ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് കാര്യം എക്സസൈസാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ നമ്മളെ ലാർജ് മസിൽ ഗ്രൂപ്പ്സ്, നമ്മളെ കാലിലേക്കുള്ള മസിൽസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാം. അതേസമയത്ത് ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റിയും എൻഡ്യൂറൻസ് ട്രെയിനിങ് ഒഴിവാക്കാം. ഒരു ഹെൽത്തി ബോഡി ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. വല്ലാണ്ട് ലീനായി കഴിഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് കൊളസ്ട്രോൾ വെച്ചിട്ടുള്ള മോളിക്യൂൾസ്, ഫാറ്റിലുള്ള മോളിക്യൂൾസ് വെച്ചിട്ടാണ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുക. അപ്പം അത് ബോഡിയിൽ കുറവാണെങ്കിലും ഇറക്ഷൻ കുറയും. ഫുഡിൽ വരികയാണെങ്കിൽ നമ്മളെ ഹെൽത്തി ഡയറ്റ് എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇതിനും ബാധകമാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കുറച്ച് റിഫൈൻഡ് ഫുഡൊന്ന് കുറക്കണം. പിന്നെ നമ്മളെ ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നല്ലതാണ്. ഒലീവ് ഓയിൽ, അത്യാവശ്യത്തിന് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഇതിന് നല്ലതാണ്. പിന്നെ ബാക്കിയെല്ലാ വിറ്റാമിൻസും കൂടി നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റാണ്, ഈ ഹോർമോൺ പ്രൊഡക്ഷൻ. അപ്പോൾ അത്യാവശ്യം വൈറ്റമിൻ ഡി എത്രയൊക്കെ ഇപ്പം എത്ര നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കുറവാണ്. പൊതുവേ ഉള്ളിലെ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഔട്ട്ഡോർ പോകാത്തതുകൊണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്ന രീതിയിൽ ഡയറി പ്രൊഡക്ട്സും പിന്നെ നമ്മളെ ഫാറ്റി ഫിഷ് എന്ന് പറയുന്നത് സാൽമൺ അല്ലെങ്കിൽ മത്തി, അതൊക്കെ നല്ലതാണ്. അതിലൊക്കെ അത്യാവശ്യം നമുക്ക് ഒമേഗ 3 ഫാറ്റ്സ് കിട്ടും. അതൊക്കെ ഇതിന് നല്ലതാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നു ഓയിസ്റ്ററൊക്കെ നല്ലതാണ്. അതിൽ ബേസിക്കലി സിങ്ക് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. സിങ്ക് കണ്ടന്റ് നമ്മുടെ ഇതിൻ്റെ ഒരു എൻസൈമിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് ഫൈബറുള്ള അത്യാവശ്യം ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ആൾക്കോൾ അധികം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. നല്ല രീതിയിൽ സ്ലീപ്പ് കിട്ടുക ഇതിൻ്റെ കൂടെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനും ഈ ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാനും പറ്റും നാച്ചുറലായിട്ട്. അപ്പോൾ ചില ആൾക്കാർ ചില ലക്ഷണങ്ങൾ, ഈ പറഞ്ഞ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ പക്ഷേ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഉറപ്പായിട്ടൊരു യൂറോളജിസ്റ്റിനെ കാണിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ചില സബ്റ്റിൽ സയൻസ് ആയിരിക്കും, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടേം കണ്ടുവരാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് സീരിയസ് ആയിട്ട് എടുക്കണം. അതിൽ മെയിനായിട്ടുള്ളത് ഈ മൂത്രത്തിൽ നല്ല രീതിയിൽ പതച്ച് വരുന്നു, കുറേ ലോങ് ടേം ആയിട്ട് വരുന്നു, നമ്മൾ വെള്ളം കുടിച്ചിട്ടും മാറുന്നില്ല. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള കുറച്ച് സിംറ്റംസ്, അതായത് BP വേരിയേഷൻ ആകുമ്പോൾ ഹെഡേക്ക് വരാം, കാല് നീര്, മൂത്രത്തിൻ്റെ അളവ് കുറയാം, വല്ലാണ്ട് സ്മെല്ല് വരാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണിക്കണം. അതേമാതിരി വേറെ ഡേഞ്ചറസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂത്രത്തിൽ ബ്ലഡാണ്. ഭൂരിഭാഗം കേസസിലും മൂത്രത്തിൽ ബ്ലഡ് ക്യാൻസർസ് അല്ലാത്ത കണ്ടീഷൻ കൊണ്ടായിരിക്കും. നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ മിക്കവാറും സ്ത്രീകൾക്കാണെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ അത് വരുമ്പോൾ അപ്പം തൊലി പൊട്ടിയിട്ട് കുറച്ച് ബ്ലീഡിങ് വരാം. ആണുങ്ങൾക്കും അല്ലെങ്കിൽ ജനറൽ പോപ്പുലേഷനിൽ കല്ലിൻ്റെ ഭാഗമായിട്ടായിരിക്കും യൂറിനിൽ ബ്ലഡ് വരാം. എന്നാൽ
പെയിൻ ഇല്ലാതെ ബ്ലഡ് വരുമല്ലോ, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ബ്ലഡ് കാണുന്നു, കുറേ കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് കാണുന്നു, ഒരു പെയിനും ഇല്ല, അങ്ങനത്തെ കേസിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമ്മുടെ കിഡ്നീൻ്റെ തുടക്കം മുതൽ ബ്ലാഡർ, യുറിത്ര, പ്രോസ്റ്റേറ്റ് എവിടെയും നമുക്ക് ഒരു പക്ഷേ ക്യാൻസർ ഉണ്ടെങ്കിൽ സൈലൻ്റായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വരാം. അപ്പം കുറച്ച് ലോങ് ടേം ബ്ലീഡിങ്, അതേമാതിരി കുറച്ച് സിഗ്നിഫിക്കൻറ്റ് ബ്ലീഡിങ്, നമുക്ക് കട്ടകളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്.